ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 3-ാമത്തെ ശനിയാഴ്ച. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ചു കേട്ടതായ വേദഭാഗത്തിൻ്റെ ഒരു ഭാഗം നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ യവന സ്ത്രീ, സൊറോഫോയിക്യ ജാതിക്കാരി, സീറോഫിനീഷ്യൻ ജാതിക്കാരി കർത്താവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകൾക്ക് പിശാച് ബാധയിൽ നിന്ന് സൗഖ്യം ലഭിക്കണമെന്ന് അപേക്ഷിക്കുന്ന വേദഭാഗമാണ്. ഇവിടെ കർത്താവ് അവസാനം പറയുന്ന മറുപടിയാണ് നമ്മുടെ ചിന്താവിഷയം. യേശു തമ്പുരാൻ അവളോട് 29-ാമത്തെ വാക്യം, ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. എന്താണ് ഈ വാക്ക്? അവൾ ഏറ്റുപറഞ്ഞതായ വിശ്വാസമാണ് ആ വാക്ക്. എന്താണ് അവൾ ഏറ്റുപറഞ്ഞത്? അതേ കർത്താവേ, മക്കളും നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയുടെ പാത്രത്തിൽ നിന്ന് വീഴുന്ന നുറുങ്ങ് അപ്പക്കഷ്ണങ്ങൾ നിന്ന് ജീവിക്കുന്നുവല്ലോ എന്നുള്ള വാചകമാണ് കർത്താവിന് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ആ സ്ത്രീ വന്ന് പലവട്ടം യാചിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ കുഞ്ഞു മകൾക്ക് സൗഖ്യം തരണമേ എന്ന്. അപ്പോൾ കർത്താവ് അവളോട് പറയുന്നൊരു വാചകമാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ലല്ലോ. നായ്ക്കുട്ടികളെന്ന് അവരുടെ വർഗത്തെ സംബോധന ചെയ്ത് എന്താണെന്ന് പലപ്പോഴും ആശ്ചര്യത്തോടെ നാം വീക്ഷിക്കാറുണ്ട്. യവനന്മാരെ അല്ലെങ്കിൽ യഹൂദ ഇതരരായിരിക്കുന്ന ഈ സൊറോഫോയിക്കാരെ യഹൂദന്മാർ നായ്ക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. യഹൂദന്മാരുമായിട്ട് സംസർഗമില്ലാത്ത ഇവർ നായ്ക്കളും അവരുടെ കുട്ടികൾ നായ്ക്കുട്ടികളുമാണെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവരെ പരിഹസിച്ച് വിളിച്ച ആ വാചകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമോ? ഇത് കേട്ട ചുറ്റുപാടിൽ നിന്ന് ആളുകൾ, ശിഷ്യന്മാരുൾപ്പെടെ വളരെ ആശ്ചര്യപ്പെടുകയാണ്. അവരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നായ്ക്കുട്ടികൾ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ മകൾക്ക് ഞാൻ സൗഖ്യം കൊടുക്കണമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ശിഷ്യന്മാര് കൂടെയുള്ളവർ നിർബന്ധിക്കുമ്പോൾ തങ്ങളുടെ അടുക്കിലേക്ക് മാത്രമാണ്, യഹൂദന്മാരുടെ അടുക്കിലേക്ക് മാത്രമാണ് കർത്താവ് രക്ഷകനായി വന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് പറയുകയാണ്, ഈ നായ്ക്കുട്ടികൾക്ക് മക്കളുടെ അപ്പം കൊടുക്കണമോ? അപ്പോൾ അവരുടെ മൗനത്തിൽ ആ മൗനം ഭേദിച്ചുകൊണ്ട് ആ സ്ത്രീ വിശ്വാസം ഏറ്റുപറയും, അതേ കർത്താവെ, സമ്മതിച്ചു, എന്നാലും ആ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ട് ഈ നായ്ക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ. ഇവിടെ അവരുടെ അവിശ്വാസ ധീരതയാണ് കർത്താവ് പ്രശംസിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ഏറ്റവും അടുത്തവരാണ്. നമ്മൾക്ക് അകന്നവരെ, ദൈവത്തിൽ നിന്ന് അകന്നവരെ അല്ലെങ്കിൽ പുറജാതികളെ പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഒരുപക്ഷെ അവർ തന്നെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അവർ ദൈവത്തോട്, നമ്മളോ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ജാതികളായിരുന്നില്ലേ? വിശുദ്ധനായ തോമാസ് ശ്ലീഹ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസികളാണ്. യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്ന തോമാസ് ശ്ലീഹായെ യഹൂദന്മാർ സ്വീകരിച്ചതായി പറയുന്നില്ല. എന്നാൽ ഇന്ത്യയിലുള്ള ആദിവാസികളാണ് തോമാസ് ശ്ലീഹായെ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ സ്ത്രീയുടെ അനുഭവമാണ് കിട്ടിയതെന്ന് നമ്മൾ മറന്നു പോകരുത്. മക്കളുടെ അപ്പമാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ മറന്നു പോകരുത്. ആ സ്ത്രീക്ക് ലഭിച്ചതുപോലെ നാം ഒട്ടിച്ചു ചേർക്കപ്പെട്ട മുന്തിരിവള്ളിയാണെന്ന് മറന്നു പോകരുത്.
യഥാർത്ഥ ആ കൊമ്പിനോട് കാട്ടുകൊമ്പ് ഒട്ടിച്ചു വെച്ചതുപോലെ നമ്മളെ ഒട്ടിച്ചു വെച്ചതാണെന്ന് മറന്നു പോകരുത്. രാജ്യത്തിന്റെ പുത്രന്മാർ ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ നമ്മളെ ജാതികളായെന്ന് നമ്മെ സ്വീകരിച്ചതാണെന്ന് മറന്നു പോകരുത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നാഥ, ഞങ്ങൾ തള്ളപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും പരിഗണിക്കപ്പെടാത്തവരുമായിരിക്കെ നീ ഞങ്ങളെ തേടി വന്ന ദൈവമാകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കും പരിത്യജിക്കപ്പെട്ടവരോടും തള്ളപ്പെട്ടവരോടും താതാത്മ്യം പ്രാപിക്കുവാനുള്ള കൃപ നീ തന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വന്ന വഴി മറക്കാതെ വരുന്നവരെ കരുതുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നാളെ നിൽക്കുന്നതിനാവും പരിശുദ്ധാത്മാനുസരിച്ച്